ഈ ഒരു വിഴിഞ്ഞം ക്രെഡിറ്റിനെ ചൊല്ലി LDF UDF തർക്കം അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഈ ഒരു വികസനത്തിന്റെ അവകാശം അത് കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്, ഉമ്മൻചാണ്ടിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഈ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഇവർ രണ്ടുപേരും പ്രതികരിച്ചത്. തീർച്ചയായിട്ടും രാഷ്ട്രീയ പോര് അത് തുടരുമെന്നുള്ള സന്ധ്യ, തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയ വിവാദം ഈ അടുത്ത് കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിൻസെന്റ് MLA ഒരു ഈ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലോട്ട് എത്തിയുള്ള ഒരു പുഷ്പാർച്ചനയെ നോക്കി കാണേണ്ടത്. അതായത് ഇന്നിപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം കമ്മീഷനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് MLA-മാരായിട്ടുള്ള വേറെ ആരെയും പിടിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ സ്ഥലത്തുള്ള ഈ വിഴിഞ്ഞം ഉൾപ്പെടുന്ന കോവളം ഭാഗത്തെ MLA ആണ് വിൻസെന്റ്. അദ്ദേഹത്തിന് മാത്രം ആ പ്രോട്ടോകോൾ പ്രകാരമുള്ള ഒരു ക്ഷണമാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഈ ഇവരും പറയുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായും LDF സർക്കാരും അതുപോലെ തന്നെ BJP-ക്കും ഉണ്ടാക്കാൻ വേണ്ടി ആ ഒരു സർക്കാരുകൾ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. വ്യക്തമായി തന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് 2015 ഇതിൻ്റെ കല്ലിടൽ കർമ്മം നടക്കുന്നത്. അതിൻ്റെ കരാർ ഈ കമ്പനിയുമായി അദാനിയുമായിട്ടുള്ള കരാർ ഉണ്ടാക്കിയതും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു സർക്കാരിൻ്റെ കാലത്താണ്. എന്നാൽ ഇപ്പോൾ ഇടതുപക്ഷം ആവർത്തിച്ച് പറയുന്നത് കല്ലിട്ടത് കൊണ്ട് മാത്രം ഇത്തരത്തിലൊരു ക്രെഡിറ്റ് കിട്ടേണ്ട കാര്യമില്ല എന്നുള്ളൊരു കാര്യമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. എന്നാൽ അത് അങ്ങനെയല്ല, ആ ഒരു കരാറുണ്ടാക്കിയതിലാണ് മേന്മ. കൂടാതെ ഇപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം ആവർത്തിക്കുന്ന തരത്തിൽ റെയിൽ കണക്ടിവിറ്റിയും അതുപോലെ തന്നെ റോഡ് കണക്ടിവിറ്റിയും ഉള്ള കാര്യങ്ങളിൽ ഒരു എതിർപ്പ് പറയുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തല വികസനം അത് പൂർണ്ണതോതിലായിട്ടില്ല. അവരിപ്പോൾ ഈ ചടങ്ങ് മാത്രമായിട്ടുള്ള ഇതിനെ കമ്മീഷൻ ചെയ്തത് കൊണ്ട് മാത്രം അത് കേരളത്തിലുള്ള വികസനം ആയില്ല എന്നൊരു കാര്യമാണ് ഇവർ പറയുന്നത്. ആ ഒരു വികസനം പൂർത്തിയാകണമെങ്കിൽ ഇത്തരത്തിലുള്ള റെയിൽ കണക്ടിവിറ്റിയും അതുപോലെ തന്നെ റോഡ് കണക്ടിവിറ്റിയും. ശരി വിഷ്ണു, എന്തായാലും ഈ ഒരു ക്രെഡിറ്റ് അത് LDF-ന് മാത്രം ഏറ്റെടുക്കാൻ സാധിക്കുന്നതല്ല. കോൺഗ്രസ് ഉമ്മൻചാണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയായിരുന്നു വിൻസെന്റ് MLA-യും അതുപോലെ തന്നെ ചാണ്ടി ഉമ്മനും. ഇന്ന് രണ്ടുപേരാണ് കോൺഗ്രസ് നേതാക്കളായ രണ്ടുപേര് മാത്രമാണ് ഇന്ന് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ആദ്യഘട്ട കമ്മീഷനിങ് ചടങ്ങുകളിലേക്ക് എത്തുക.